ഹലോ. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാദാ അരി വെച്ച് നമുക്കൊരു ഫ്രൈഡ് റൈസ് നോക്കിയാലോ? ബസ്മതി റൈസ് വേറെ ഒരു റൈസും വേണ്ട, നമ്മുടെ റൈസ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ദാണ്ട് ഞാൻ കുറച്ച് മുട്ട ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത മുട്ടയാണ് കേട്ടോ. അപ്പം അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചിക്കി എടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ സോസുകളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊരു പരീക്ഷണമായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. അതേ പാനിലോട്ട് ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം ഞാൻ കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കടുക് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് ക്യാരറ്റും സവാളയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്ത് നമ്മുടെ ബീൻസ് ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ മുളക് പൊടിയൊക്കെ എന്തൊരു മസാല ടൈപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതിൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയാണല്ലോ എൻ്റെ ഫേവറേറ്റ്, അപ്പം ഞാനത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ശകലം മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പേരിനൊരു വളരെ ചെറിയൊരു എമൗണ്ട് മുളക് പൊടി കൂടി ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ നമ്മൾ ചോറ് നേരത്തെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇത് ഒരുപാട് വെന്തങ്ങ് ഇതായ ചോറല്ല, നമ്മുടെ ആവശ്യത്തിന് വേവിനെടുത്തൊരു ചോറാണ് കേട്ടോ. അപ്പം അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കറി നിർബന്ധമാണെങ്കിൽ എന്തെങ്കിലും ഒരു തൈര് എന്തെങ്കിലും കൂടി കൂട്ടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മോ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. പിന്നെ ഇതിലോട്ട് നമ്മുടെ മുട്ട ചിക്കി വെച്ചതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടി എരിവ് വേണം, അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അത് പോരാൻ തോന്നിയത് കൊണ്ടാട്ടോ ഞാൻ ഇച്ചിരി കൂടി ഒരു കുരുമുളക് പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഭയങ്കര കളറൊന്നും ആവശ്യമില്ല, എന്താ പറയുക, ഈ ഒരു നാച്ചുറൽ കളർ തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു.